ഞാൻ ഒരു കാര്യം, ഇനി നമ്മൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. ഞാൻ മനസ്സിലാക്കുന്ന റഹീമിന്റെ പഞ്ചായത്താണ് വെമ്പായം പഞ്ചായത്ത് എന്നുള്ളതാണ്. ഇപ്പോ എത്ര വലിയ ആദർശമാണ് റഹീം വിളമ്പിയത്. ഞാൻ കഴിഞ്ഞ വട്ടം വെമ്പായം പഞ്ചായത്ത് CPM-ഉം SDPI-യും ചേർന്നാണോ ഭരിച്ചേ? കുറഞ്ഞ പക്ഷം അങ്ങയുടെ പഞ്ചായത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ധരിക്കരുത്. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, കാലം മാറി. വെമ്പായം പഞ്ചായത്ത് CPM-ഉം SDPI-യും ചേർന്ന് ഭരിച്ചിട്ടുണ്ടോ? കേൾക്കാൻ തയ്യാറുണ്ട്. റഹീം, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ശ്രീ സുരേഷ് കുറെ സമയമായി അദ്ദേഹത്തിന് മറുപടി പറയാൻ. റഹീം, ഞാൻ താങ്കളിലേക്ക് വരാം. അടുത്തത് ശ്രീ സുരേഷ്, ഇത് ഇതിനൊക്കെ മറുപടി പറഞ്ഞോട്ടെ, കയ്യോടെ. വ്യക്തിപരമായി ചോദിച്ചതല്ലേ? വെമ്പായം പഞ്ചായത്ത് എന്റെ പഞ്ചായത്തല്ല, എന്റെ പഞ്ചായത്ത് മാണിക്കലാണ്. അതെ, ഒന്ന് കേൾക്കൂ. എന്നോട് തൊട്ട് അരികിൽ കിടക്കുന്ന പഞ്ചായത്താണ് വെമ്പായം. വെമ്പായത്തിൽ കഴിഞ്ഞ കക്ഷിനില അറിയാമോ സാറിന്? LDF-ന്റെ കക്ഷിനില. LDF സുരേഷ്, ഒറ്റ മിനിറ്റ് എന്നോട് ക്ഷമിക്കൂ. റഹീം, ഒരു മിനിറ്റ്. അതായത് കക്ഷിനില കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വെമ്പായം പഞ്ചായത്ത് LDF 10, UDF 8, BJP 2, SDPI 1. LDF 10, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ നെൽക്കതിലും വിജയിച്ചവരുടെ എണ്ണം 10, UDF 8, BJP 2, SDPI 1. ആരെങ്കിലുമൊക്കെ വാട്സാപ്പിൽ അയച്ചിരുന്ന് എടുത്തു വെച്ച് വായിക്കുന്നതിന് മുമ്പ് ഇപ്പൊ മാത്യു കോളിനാണ് ഇത്രയും നേരം ഇതിന്റെ കണക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ പൊളിക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും നേരം ഇദ്ദേഹം വായിച്ചത് മുഴുവൻ എന്റെ കയ്യിൽ ഇല്ലാത്ത കണക്ക് ഏകപക്ഷീയമായി പറയുകയല്ലേ? ഇതെന്റെ വീടിന്റെ തൊട്ടടുത്ത പഞ്ചായത്ത് ആയതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റി. ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നില്ലേ? വെള്ളയും വിട്ട് വന്നിരുന്നത്, കാതറെങ്കിലും മാറ്റി വെച്ചിട്ട് വന്നിരുന്നത് കളവ് പറയേണ്ട എന്റെ പൊന്നു മാത്യു കോളിനാടാ. എന്റെ അവസരം കഴിഞ്ഞു. സുരേഷ് പറയാം. ശ്രീ മാത്യു കോളിനാടൻ, താങ്കൾ അതിന് മറുപടി പറഞ്ഞ ശേഷം ഞാൻ ശ്രീ സുരേഷിലേക്ക് പോകാം. വെമ്പായം പഞ്ചായത്തിൽ കഴിഞ്ഞ വട്ടം ഭരണം നടത്തിയത് CPM-ഉം SDPI-യും ചേർന്നാണ്. പച്ചയായ കള്ളം പറയുന്നോണ്ട് ഇതിപ്പോ നടത്താൻ പറ്റില്ല. ഇവിടെ അതിന്റെ ആവശ്യം എന്താണ്? LDF-ന് 10 ഉണ്ടെന്നേ. അനാവശ്യം പറയരുത്, കളവ് പറയരുത്. അങ്ങ് തെറ്റിയെന്ന് സമ്മതിക്ക്. കിട്ടിയ വിവരം തെറ്റായിപ്പോയെന്ന് പറ. അതിനെന്താ പ്രശ്നം? അങ്ങ് മനസ്സിലാക്കേണ്ടത് LDF-ന് 10 ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേറെ ആരുടെ പിന്തുണ വേണം? എന്താണെന്ന് പറയുന്നത്? നിങ്ങൾക്ക് എട്ടേ ഉള്ളൂ. പിന്നെ BJP-ക്കും SDPI-ക്കും ഒന്നാണ്. ഞങ്ങൾക്ക് ഇതിനാണ് പിന്തുണ. ഞങ്ങൾക്ക് 10 ഉണ്ടെന്നേ. എന്തെങ്കിലും അനാവശ്യം പറയാതിരിക്കൂ സാർ. ആരൊക്കെയോ അയച്ചു തന്നത് എടുത്തു വെച്ച് പറയുകയാണ്. ഇതൊരു പബ്ലിക് ചർച്ചയല്ലേ? അങ്ങ് ഒരു ക്രെഡിബിളായ നേതാവല്ലേ? അങ്ങയോടൊപ്പം ചർച്ചയ്ക്ക് മേൽക്കൊരു സന്തോഷമാണ്. കാരണം കുറച്ച് ക്രെഡിബിളായി ഇതിങ്ങനെയാണോ? എന്റെ തെറ്റിദ്ധാരണ പോയല്ലോ. എല്ലാ ബഹുമാനത്തോടെയും പറയുന്നു. അങ്ങ് തിരുത്തണം. അങ്ങ് പറയുന്നതൊക്കെ കളവാണ്. അല്ല, അങ്ങനെ താങ്കൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യം എടുത്തു തരാം. അങ്ങ് സമ്മതിക്കുമോ? എനിക്ക് എന്തായാലും അവിടുത്തെ കക്ഷിനില അറിയില്ല എന്നുള്ളതുകൊണ്ട് നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ രണ്ടുപേരിലേക്ക് നിങ്ങൾ 11 വോട്ട് നിൽക്കുന്നത് അതല്ലല്ലോ. കഴിഞ്ഞ തവണ SDPI-യോടുകൂടി വെമ്പായത്തെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ പറയാം. ഐ വിൽ ലെറ്റ് യു നോ.